ഹലോ സുജമോൾ, എന്തായി? ഏതെങ്കിലും ഇരനെ കിട്ടിയാ? ഒരുത്തം പോലും തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പൊ നിനക്ക് ഇതുവരെയായിട്ട് ഒരു ഒറ്റത്തിന് പോലും കിട്ടിയില്ലേ? സൂട്ടിട്ട് ഇറങ്ങിയപ്പോ വിചാരിച്ചതാ ഇത് നടപടിയാവില്ല. എടി, നിനക്ക് ആ ട്രാഫിക്കിൽ നിന്ന് ഇറങ്ങി ഇവിടെ കയറണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മരം പോലെ നിൽക്കാണ്ട് ഇളകി പണിയെടുക്ക്. പടപടയുന്നു ഏതെങ്കിലും ഒരുത്തിനെ പൊക്കിട്ട് സ്റ്റേഷനിൽ ഏൽപ്പിക്ക്. ഇതാണോ ഇപ്പൊ ഇത്ര വലിയ കാര്യം? സുജ, യു ക്യാൻ. വെച്ചിട്ട് പൊടി. ഹലോ, പിന്നുണ്ടോ? പിന്നാ? ആ, സേഫ്റ്റി പിൻ. സേഫ്റ്റി പിന്നോ? ഈ സാരിയിലെ ഉടുപ്പിലൊക്കെ കുത്തുന്ന സേഫ്റ്റി പിൻ. ഓ, പിന്നെ. ആ, ഒരു മിനിറ്റ്. ഓ, നോക്കട്ടെ. താങ്ക് യു. പിന്നെ ഇപ്പൊ വരും. ഫിസില് ഇപ്പൊ വരും. ദേ വരും. എന്നാ നമുക്കവിടെ പോയാലോ? ഇങ്ങോട്ട്. എന്താ പേര്? ശരത്ത്. ഓ, അപ്പൊ നീയാണ് സ്ത്രീകളെ ശല്യം ചെയ്യുന്ന അലവലാതി ശരത്ത്. ശല്യോ? എന്റെ സാറേ, ഞാൻ ഈ ചേച്ചിയുടെ അടുത്തൊരു പിന്നുണ്ടോന്ന് ചോദിച്ചതാ, അല്ലാതെ അവിടെ വേറെ പ്രശ്നമൊന്നുമില്ല. ചേച്ചിയോ? സാറേന്ന് വിളിക്കണോ? നീ പെണ്ണും കൂടെ ആണോ പിന്നെ ചോദിക്കുന്നത്? സാറിന്റെ അടുത്ത് പിന്നുണ്ടോ? എന്റെ പൊന്ന് സാറേ, അതിന്റെ സിം ഒന്ന് കുത്തിച്ചടിക്കാൻ വേണ്ടി ചോദിച്ചതാ. നീ സ്റ്റേഷനിലേക്ക് വാടാ, നമുക്ക് കുത്തിച്ചടിക്കാം. അതെ, പിന്നോണ്ട് വേറെ എന്തൊക്കെ ഉപയോഗം ഉണ്ടെന്ന് അറിയാമോ? സ്റ്റേഷനിൽ പറഞ്ഞുതരാം. എന്ത്? നീ ആരാടാ കടമറ്റത്ത് കത്തനാറ് തലയിൽ കേട്ടിട്ട്? വാടാ. ദേഹത്തൂന്ന് എടുത്ത് സാറേ. ആദ്യം കേസ് എന്താന്ന് പറയാ നിങ്ങള്? നിങ്ങൾ കേസ് എന്താന്ന് പറയാ? എടാ, നീ സ്റ്റേഷനിലേക്ക് വാടാ, കേസൊക്കെ പറയാം. നീ എന്താടാ നടക്കുന്നത്? പോലീസ് സ്റ്റേഷൻകാരൻ പേടിയുണ്ട? എന്ത് പേടി സാറേ? സ്റ്റേഷനോട് ഞാൻ വരാം. അവിടെ ചെല്ലുമ്പോ കേസ് എന്തെന്ന് പറഞ്ഞില്ലെങ്കിൽ എന്റെ വിധം മാറും. എന്ന് അതൊന്ന് കാണണമല്ലോ. നന്ദിയുണ്ട് മാഡം, താങ്ക് യു. വലിയ ഉപകാരമായി പോയി. കൊള്ളാവുന്ന പെണ്ണുപിള്ളേരെ. ആരാടോ നീ? ആ, നീ പോയില്ലായിരുന്നോ? എന്ത് പണിയാ സുജ നീ കാണിച്ചേ? എന്നാടി? നാടി. ഹായ്, നല്ല ലുക്ക്. കുറച്ച് ഇംഗ്ലീഷും കൂടി അറിയായിരുന്നെങ്കിൽ ഒരു എയർ ഹോസ്റ്റസ് എങ്കിലും ആകായിരുന്നു. അല്ലെങ്കിൽ എന്റെ പൊന്നുമോള് വേറെ പണിക്ക് പോണത് തന്നെ നല്ലത്. എന്നാടാ, കുഴപ്പമായോ? കുഴപ്പമായെന്നാ ആ കുഞ്ഞുമാമ സാറ് ഇപ്പൊ സ്റ്റേഷനിൽ വിളിച്ച് വെച്ചുള്ളൂ. ആ ചെക്കൻ ആ സ്റ്റേഷനെടുത്ത് അമ്മാനാടായിരുന്നു. FB-യിൽ ലൈവ് പോകാനിരുന്നതാ. പിന്നെ എങ്ങനെയൊക്കെയോ കയ്യും കാലും പിടിച്ച് അവിടുത്തെ ആൾക്കാർ ഒതുക്കി തീർത്തു. എന്റെ പൊന്നു സുജേ, കുറച്ചൊക്കെ ബോധം വേണം കേട്ടോ. ഓരോന്ന് ഒപ്പിച്ച് വെച്ചോ. എടാ, അത് എടുക്കല്ലേ. ഞാൻ ഇന്നലെ കാശ് കൊടുത്ത് പോളിഷ് ചെയ്യിപ്പിച്ച് വെച്ചതാട്ടോ. ഓ, അത് സാറില്ലടി. എനിക്കിന്ന് വനിതാ സെല്ലല്ലേ ഡ്യൂട്ടി. പെണ്ണുങ്ങളാരും പ്രാന്തെടുത്ത് വിളിച്ചില്ല എന്നുണ്ടെങ്കിലേ എനിക്ക് സുഖമായിട്ട് അവിടെ കുത്തിരുന്ന് ഉറങ്ങിയാൽ മതി. അപ്പൊ അതും പാളിയില്ലേ? എന്നതാ? എന്തേ താൻ എന്നാത്തിന് ഇവിടെ നിൽക്കുന്നേ? ഇവിടെ നിൽക്കാൻ പാടില്ലെന്ന് ബോർഡ് വെച്ചിട്ടുണ്ടോ? ദേ, യൂണിഫോമിലുള്ള പോലീസുകാരിയാ ഞാന്. ആണോ? മേഡം, വിസിലെടുത്ത് അങ്ങ് ഊത്. എന്താ സംഭവിക്കാൻ ഞാനൊന്ന് നോക്കട്ടെ. ഞാനേ ഫേസ്ബുക്കിൽ ലൈവ് പോകാൻ പോവാ. കള്ളക്കേസി കുടുക്കിയതും പോരാ, സൈബർ പോലീസ് പുറത്തു വിട്ടേക്കുന്ന വീഡിയോ. എന്റെ ദൈവമേ. മനുഷ്യന് മനസ്സമാനായി റോഡിലിറങ്ങി നടക്കാൻ പറ്റത്തില്ല. പോയി കേസ് കൊടുക്ക്. എനിക്ക് സൗകര്യമുള്ളത് ഞാൻ ചെയ്യും. ഓ, എന്നാ താൻ വൈകുന്നേരം വരെ ഇവിടെ നിൽക്കുക. ഒരു പാത്രവും കരുതിക്കോ. വല്ല ചില്ലറയും തടയും. വെറുതെ സ്മാർട്ട് ആകാൻ വേണ്ടി. ഇവൾ എന്തിനാണാവോ കൂട്ടുകാരിയാന്ന് പറഞ്ഞിരിക്കുന്നത്? ഒരു സമയത്തും അവളെ വിളിച്ചാൽ കിട്ടത്തുമില്ല. ചുമ്മാ. നോ പാർക്കിങ്ങിൽ അവൻ്റെ. ഹലോ. അയ്യോ സാർ.
ACP സാറ്. അങ്കിളെ ATM പോയേക്ക. സാറേ, അന്ന് എനിക്കൊരു അബദ്ധം പറ്റിയതായിരുന്നേ. ഓപ്പറേഷൻ ചെറുതായിട്ടൊന്ന് പാടി. ഓ, ഉണ്ണിത്ത സാറിനോട് പറഞ്ഞിട്ട് പ്രശ്നമൊന്നും ആക്കരുതേ പ്ലീസ്. അവൻ ആളത്ര വെടുപ്പാന്ന് എനിക്ക് തോന്നണില്ല കേട്ടാ. ഏയ്, കലിപ്പൊക്കെ അവന്റെ നമ്പർ അടി. ആള് പാവാന്ന് എനിക്ക് തോന്നുന്നത്. അയ്യോ പോം. ചേട്ടാ നല്ല മണം. ഞാൻ പോയിട്ട് പിന്നെ വരാം. എന്തുട്ടാ മോളൊരു IPC 143 മണക്കുണ്ടല്ലോ. ഒന്ന് പോടി. എന്തുട്ടാ അവന് ജോലിന്ന് ആർക്കറിയാം. ഏതാണ്ട് വലിയ ബിസിനസ്സുകാരനാന്നാ തോന്നുന്നേ. ഇവിടെ ഒന്ന് വായി നോക്കി നിൽക്കാതെ മന്ത്രിയുടെ കാറിന്റെ അടുത്തോട്ട് ചെല്ല്. ആരെങ്കിലും ഒന്ന് പോറിയാ അത് മതി. സമയായി. ചെക്കനോടും പെണ്ണിനോട് ഇറങ്ങാൻ പറ. മന്ത്രി അവിടെ വെയിറ്റ് ചെയ്യാം. come on, big day today. എല്ലാവരും ഹോളിലേക്ക് ചെല്ല്. നിങ്ങളിവിടെ നിൽക്കാണോ? ചെക്കനും പെണ്ണിനും കൊണ്ടുവന്ന വണ്ടിയുടെ ഡ്രൈവറല്ലേ? ആ വഴി ബ്ലോക്ക് ചെയ്തിട്ടാണോ വണ്ടി ഇട്ടിരിക്കുന്നത്? അതൊന്നും അവിടെ എടുത്ത് മാറ്റിയ. നിങ്ങൾക്കൊക്കെ ഉള്ള ഫുഡ് വേറെ പുറത്തവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നടക്കണു. അടിപൊളി. നല്ല മട്ടൻ കറിയാ. മട്ടൻ കറി വേണോ മാനം വേണോ? നമുക്ക് പോവാണ്. എനിക്ക് മട്ടൻ കറി മതി. നീ വേണമെങ്കിൽ മാനം കൈ പിടിച്ചു നോക്കും. കുറെ നേരെടുക്കൂടാ. 1 2 3 4 5. ഹലോ. ഹലോ. അല്ല, കൊച്ചുമുതലാളി എന്താ ഈ ക്യൂവില്? ഞാനിങ്ങനെ മേഡം ഇവിടെ ഉണ്ടായിരുന്നോ? പിന്നെ കൊറേ നേരമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഓഹോ, നൈസ്. ഫ്രണ്ടാ സന്ദീപ്, റൂംമേറ്റ്സ്. പിന്നെ കേസിലെ മേഡം. കേട്ടിട്ടുണ്ട്. നല്ല ഫുഡാ. ഓ, ആണോ? കഴിച്ചോ. നിങ്ങളുടെ ഈ ജോലിക്ക് കോട്ട് മസ്റ്റാ? ഈ കല്യാണത്തിനും ഫോട്ടോഷൂട്ടിനൊക്കെ ഈ പോഷ് വണ്ടികൾ വാടകയ്ക്ക് എടുക്കുന്ന പരിപാടിയാണ് നമ്മുടെ ട്രാവൽസിന്റെ. വലിയ വണ്ടികളായിട്ട് പോകുമ്പോ അതിന്റെ ഒരു ഗെറ്റപ്പ് പോകണം നമ്മുടെ ബോസ് നിഖിൽ സാറിന്റെ ഓർഡർ. വീട് എവിടെയാ? വീട് ജനിച്ചതൊക്കെ ചെന്നൈയിലാ. പഠിച്ചതൊക്കെയോ? പഠിത്തം അങ്ങോട്ട് സെറ്റായില്ല. എഞ്ചിനീയറിംഗ് ഒക്കെ ട്രൈ ചെയ്തതാ. കൊട്ടക്കണക്കിന് സപ്ലൈ ആയപ്പോ അതവിടെ ഇട്ടു. ആ കൂടി അറിയാവുന്ന പണി ഇതാ. ഹംസ സാറേ. വലിയ വണ്ടിയിലൊക്കെ ആണല്ലോ. എനിക്കേ ആ ഉത്സവത്തിന്റെ ഡ്യൂട്ടി ആയിരുന്നു. ഫ്രണ്ടിന്റെ വണ്ടി കിട്ടിയപ്പോ ലിഫ്റ്റ് അടിച്ചതാ. ഓക്കേ, ശരി സാർ. ആടാ, ഇപ്പൊ കാക്കിയില്ല. ചാർജ് എടുത്തിട്ട് ചൂടോടെ വിളിക്കുക. CSR വന്നിട്ട് ഡ്യൂട്ടി പറയും. പുണ്യാളിൽ ഞാനൊരു ആപ്ലിക്കേഷൻ ഇട്ടിട്ടുണ്ട്. അതും അങ്ങ് ഏറ്റാ മതിയായിരുന്നു. ഹലോ, സീനിയർ ഓഫീസർ കണ്ട സല്യൂട്ട് ചെയ്യില്ല അല്ലേ? അത് സാർ ഞാൻ വേണ്ട താൻ ചെല്ല്. ഇന്നത്തേക്ക് ഈ ടിഷ്യൂ മതി. സാർ എൻ്റെ ഡ്യൂട്ടി പറഞ്ഞില്ലായിരുന്നു. തന്നെ ഞാനൊന്ന് സ്റ്റഡി ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് ഡ്യൂട്ടി ഇടാം. നീ പോടാ, നിനക്ക് ചെയ്യും. ഇതും അതേപോലത്തെ നല്ല കേസാണ്. മദാമ ഡീസന്റ് അല്ലേ? വിസ കാലാവധി കഴിഞ്ഞ് ഓവർ സ്റ്റേ ചെയ്ത കേസാ. കോടതി പോണം, ജാമ്യം എടുക്കണം, അത്രേ ഉള്ളൂ. My girlfriend. Good selection. Mercy, madam. Aiva. അവരെന്നെ വിചാരിച്ചു കാണോ? അവരെന്ത് വിചാരിക്കാൻ? Let's go top gear. പ്രതിഭൻ സാറേ, വാ.
അപ്പൊ ശരി കാണാം. വാടാ. ഇതെന്നെ കാറൊക്കെ ആയിട്ട് കോടതി ഡ്യൂട്ടിക്ക് ജീപ്പ് എന്ത്? അത് നമ്മുടെ കുഞ്ഞുമുഹമ്മദ് സാർ കൊണ്ടുപോയെന്നേ. ആ പോലീസ് അസോസിയേഷന്റെ പരിപാടിക്കായിരിക്കും. തീരെ ഏർപ്പാടാ. അത് തന്നെ. അതുകൊണ്ട് എന്നോട് ഹംസ സാർ പറഞ്ഞു ടാക്സി വിളിച്ചോളെ. അത് നന്നായി. അല്ല ഇതെന്നതാ സാറേ കേസ്? മോഷണം, കൊലപാതക ശ്രമം. ഓ കൊറേ ഉണ്ടല്ലോ. അതെ, മിടുക്കനാ. നടക്ക്. വാ വാ. അതെ അയാളെ അറിയോ? ഏയ് ഇല്ല. ഓ അയ്യോ എൻ്റെ അമ്മേ. അതെ നാളെ ഒരു സ്പെഷ്യൽ ഡേയാ. എന്നാന്ന് പറയാവോ? എന്താ അറിയില്ല. എന്നാന്ന് അറിയത്തില്ലേ? ഇല്ല. നീ പോടാ പോ. ഞാൻ വിളിക്കാം. ദാ, അവിടെ നിൽക്ക്. എൻ്റെ പൊന്നാംസക്ക് എന്നെ അങ്ങ് കൊല്ലി. അതാണ് ഇതിനേക്കാളും നല്ലത്. സാർ ഇന്നലെ രാത്രി ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ റോഡ് സൈഡിൽ ഒരുത്തൻ വണ്ടിയുടെ ടയർ മറന്നു. ഛേദമില്ലാത്തൊരു വേറില്ലെന്ന് ഓർത്ത് ഞാൻ കുറച്ച് നേരം ടോർച്ച് അടിച്ചു കൊടുത്തു. ഒരു വണ്ടിയുടെ 4 ടയറും ഒരുമിച്ച് പഞ്ചറാവും. സാർ ഞാൻ പറഞ്ഞല്ലോ, പറ്റിപ്പോയി. ഒരു വേറെ ഞാൻ പോയതാ. എടോ അത് ആ കളക്ടർ അമ്മായിച്ചിൻ്റെ വണ്ടിയാ. ഈ വിഷ്വൽസ് വെച്ചിട്ട് എവിടെന്നെങ്കിലും അവനെ പൊക്കാൻ പറ്റുമോ നോക്ക്. സാർ ഡ്യൂട്ടിയിലുള്ള എല്ലാവരോടും ഇറങ്ങി അന്വേഷിക്കാൻ പറ. ചെല്ലേ. ആ പ്രതിഭേ, കുഞ്ഞുമോനെ, രാജീവേ, എല്ലാവരും ഇറങ്ങിക്കോ. ഇത് സിറ്റി മുഴുവൻ അടിച്ചു പറക്കണം. ഇന്ന് അവനെ പിടിച്ചിരിക്കണം. എസ്ഐയോട് അവന്റെ കളി. കൊച്ചിനെങ്ങോട്ടാ? അല്ല എല്ലാരോടും ഇറങ്ങാൻ പറഞ്ഞില്ല. എന്നാത്തിനാ പാതിരാത്രിക്ക് വെള്ളം കണ്ട് പേടിച്ച് ബോധം കണ്ട് വീഴാനോ? അയ്യോ ഇവിടെ ഇരുന്നാ മതി. ഞാൻ പറഞ്ഞോ സാറേ, ഈ കുട്ടിയുടെ ഒറ്റയ്ക്കല്ലോ ഒരു സേഫ്റ്റിക്ക്. താൻ കൂടെ വരുന്നതാ കുട്ടിയുടെ സേഫ്റ്റി കൂടുതൽ നല്ലതാണ്. ഇറങ്ങിനാടോ. ചുമ്മാ ചൊറയാന്നേ. ആ ടയർ ഇപ്പൊ വേറെ ഏതെങ്കിലും വണ്ടി കിടന്ന് കറങ്ങുന്നുണ്ട്. എങ്ങോട്ടാ സാർ പോകണ്ടേ? ഹലോ. സ്പെഷ്യൽ എന്താന്നൊക്കെ പിടികിട്ടി. തന്റെ ഹാപ്പി ബർത്ത്ഡേ അല്ലേ? ഷോ ഇതെങ്ങനെ മനസ്സിലായി? അതെല്ലാം സുക്രണ്ണൻ സൊല്ലിയാച്ച്. നിന്റെ ഫേസ്ബുക്കിന്റെ മുതലാളി. അതെ, പിന്നെ ഒന്ന് ചാടാൻ പറ്റുമോ? തന്റെ കുന്നിക്കുരും കൂളിംഗ് ഗ്ലാസ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒന്ന് പോടാ, ഇത് ട്രാഫിക് അല്ല, ലോക്കലാ. രാവിലെ 8 മണി വരെ ഡ്യൂട്ടിയാ. അപ്പൊ പുണ്യാളനെ പരിചയപ്പെടുത്തി തന്നെ എനിക്ക് തന്നെ പണി. ആ ട്രാഫിക്കിലാകുന്ന സമയത്ത് റോട്ടി വെച്ചെങ്കിലും കാണാൻ പറ്റും. എടോ, തനിക്കൊരു സർപ്രൈസ് റൈഡ് തരാൻ വേണ്ടി കുറച്ച് മെനക്കെട്ട് ഒപ്പിച്ചതാ. 2 മണിക്കൂർ ചാടറൂ വനിതാ കോപ്പേ. ഓ പറ്റില്ലെങ്കിൽ വേണ്ട, വണ്ടി ഞാൻ തിരിച്ചു കൊടുത്തോളാം. നീ ഡാർക്ക് അടിക്കല്ലേ, നീ നിൽക്കും, ഞാനൊന്ന് എറിഞ്ഞു നോക്കട്ടെ. ആ എന്താ സുജയ? അത് സാർ ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. ഹൗ സ്വീറ്റ്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു സാർ. പിന്നെ എനിക്കിന്നൊരു 2 മണിക്കൂർ പുറത്തു പോകണമെന്നുണ്ടായിരുന്നു. ഹാഫ് ഡേ ലീവ് മാർക്ക് ചെയ്തോളാം. എന്താ ബർത്ത്ഡേ സെലിബ്രേഷനാ? എന്നാൽ താനൊരു കാര്യം ചെയ്യ്, ലീവ് ഒന്നും എടുത്ത് കാശ് കളണ്ട, ഒപ്പിട്ട് ഇറങ്ങിക്കോ. താങ്ക് യു സാർ. അതെ, പോകുമ്പോൾ ആ ഡ്രസ്സിംഗ് റൂമിൻ്റെ അവിടെയുള്ള ഗേറ്റ് വഴി ഇറങ്ങിക്കോ. മെയിൻ ഗേറ്റിൽ CC ക്യാമറ ഉണ്ട്. വെൽക്കം വെൽക്കം ബർത്ത്ഡേ ഗേൾ. സമയനദിയിൽ ഇരവ് മടിയിൽ നഗര വഴിയിൽ ഒഴുകി ഒഴുകി ഇവനിൽ ഇവനും ഇവനിൽ ഇവളും അല
കഥകളായി ഒരുപാട് ഭംഗിയെന്നു തോന്നിയിരുളിന് ഒരു പോള കണ്ണു ചിമ്മിയില്ല ഇരുവര് ഇതിനായി പിറന്നു വീണ പോലെ മധുരമേ കരളിലെ ഇതെവിടേക്കാ നീ എന്നെ കൊണ്ടുപോകുന്നേ? അതൊക്കെ ഉണ്ട്, താൻ വാ. ഓം ഹ്രീം സന്ധി. 12 മണി ആറായി, ഞാൻ ചെല്ലട്ടെ. സുജ, ഈ ദിവസം തീരുന്നതിന് മുമ്പ് എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. ആ, അതൊക്കെ നീ നാളെ പറഞ്ഞാൽ മതി. എന്നെ പിടിച്ചു നിർത്താൻ നിന്റെ ഓരോ നമ്പറുകളെ. പൊക്കെ പൊക്കെ പൊക്കെ. എടാ, എനിക്കും ഈ രാത്രി മുഴുവൻ നിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കണമെന്നുണ്ട്. പക്ഷെ നീ ചെല്ല്. ക്വാർട്ടേഴ്സിലുള്ള വല്ലവരും കണ്ടാ പിന്നെ അത് മതി. ശരി, പൊക്കോ. ആ വളവ് തിരിയുന്നവരെ ഇവിടെ നിന്ന് കാണാമല്ലോ. എന്തുവാടാ ഇത്? ശരി. ഈ വാതിൽ ഇതുവരെ അടച്ചില്ലേ? ഈ അസമയത്ത് ആരും എന്നെ കാണണ്ട. സർപ്രൈസ് എനിക്ക് പിന്നെ ബർത്ത്ഡേ എന്നല്ല, നമുക്ക് ഇഷ്ടമുള്ളവർക്ക് സർപ്രൈസ് കൊടുക്കണ്ടായിരുന്നു. സോ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സർ. താനിപ്പോഴും സർപ്രൈസിൽ തന്നെ നിൽക്കുവാണോ? ഒന്നുമില്ലടോ, ഡ്യൂട്ടി കഴിഞ്ഞപ്പോഴാണ് ബർത്ത്ഡേയുടെ കാര്യം ഓർത്തത്. പിന്നെ അടച്ച കടത്തുറപ്പിച്ച് ഒരു ഗിഫ്റ്റ് മേടിച്ചു. കിടന്നെങ്കിൽ വിളിച്ചുകൊണ്ടിരുത്തണ്ടെന്നാ വിചാരിച്ചേ. പിന്നെ ഈ ലൈറ്റ് കണ്ടുകൊണ്ട് കയറിയതാ. എവിടെ ബർത്ത്ഡേ ആയിട്ട് കേക്കൊന്നുമില്ല? അല്ല, ഞാനിവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് കേക്കൊന്നും കട്ട് ചെയ്തില്ല. ഓ, മറ്റേ ആൾക്കിന്ന് വനിതാസിൽ നൈറ്റ് ഡ്യൂട്ടിയാ അല്ലേ? കേക്കോ ഇല്ല. ആദ്യമായിട്ട് വീട്ടിൽ വരുന്ന ഒരാൾക്ക് ഇച്ചിരി തണുത്തോളം താടോ. പേടിച്ചോ? താനെന്തിനെങ്കിലും പേടിക്കുന്നേ? എടോ, തന്നെ ആ ട്രാഫിക്കിൽ നിന്ന് ആ കമ്മീഷണറുടെ കൈയും കാലും പിടിച്ച് എൻ്റെ സ്റ്റേഷനോട്ട് എന്താ കൊണ്ടുവന്നറിയോ? തൻ്റെ ഈ പേടിയൊന്നും മാറ്റാനാ. സാർ, ഞാൻ കിടക്കാൻ കടന്നുമായിരുന്നു. വെളുപ്പിനെ അമ്പലത്തിൽ പോകാനുണ്ട്. ഓ സോറി, ഇതാണ് എൻ്റെ ഒരു കുഴപ്പം. കുറേ കാലമായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട്. നേരം കാലമൊന്നും നോക്കാതെ. എടോ, ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടൊരു കാര്യം പറയട്ടെ. എൻ്റെ ഡിവോഴ്സ് കേസ് നടക്കും. 1-2 മാസത്തിനുള്ളിൽ അതിനൊരു തീരുമാനമാവും. തൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. തന്നെ പോലെ തന്നെ ശരിക്കും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇതുവരെ എത്തിയത്. അതിനിടയ്ക്ക് ഒരു പെണ്ണും കിട്ടി. ലൈഫ് അങ്ങോട്ട് ശരിയായില്ല. ഈ സമയത്ത് വന്നല്ല ഇതൊക്കെ പറയേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷെ എപ്പോഴും തൻ്റെ കൂടെ ആ ഗ്ലൈനൊക്കെ ഉണ്ടാവുമല്ലോ. കുറച്ചായിട്ട് തന്നോട് സംസാരിക്കാനിരിക്കായിരുന്നു. എൻ്റെ ഡിവോഴ്സ് കേസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. സർ, ഞാൻ എനിക്ക് ഇനിയെങ്കിലും എൻ്റെ ലൈഫൊന്ന് സെറ്റാക്കണം. പ്ലീസ് പ്ലീസ്, താൻ എൻ്റെ കൂടെ നിൽക്കണം. ഇവനാരാ? സാർ, ഇത് ശരത്ത്. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാ. സോറി, എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നു. അകത്ത് ആളുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. ഓഹോ, അപ്പൊ ആരും ഇല്ലെന്ന് വിചാരിച്ചിട്ടാ തനി നേരത്തെ കയറി വന്നല്ലേ? എടേ, ഇതിപ്പോ ഞാൻ മാത്രമേ കണ്ടുള്ളൂ. വേഗം സ്ഥലം കാലൊക്കെ നോക്ക്. ഇത് വനിതാ പോലീസിന്റെ ക്വാർട്ടേഴ്സാ. നട്ടപ്പാതിരക്ക് കയറി വരുമ്പോ തനിക്ക് അറിഞ്ഞുകൂടോ വനിതാ പോലീസിന്റെ ക്വാർട്ടേഴ്സാണ്? താൻ കാണിച്ച വൃത്തിയോട് ഞാൻ കണ്ടതാ. സാർ, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ഇതെന്റെ പേഴ്സണൽ കാര്യമാണ്. പേഴ്സണൽ ഇടപാടൊക്കെ നിന്റെ സ്വന്തം വീട്ടിൽ. ഇത് ഡിപ്പാർട്ട്മെന്റിലൊക്കെ കെട്ടിടാണ്.
വഴി പോന്നവനൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റിയ ഇമ്മോറൽ ട്രാഫിക്കിന് രണ്ടിനും പിടിച്ച് അകത്തിടും ഞാൻ. പോലീസിന്റെ മേലെ കൈവയ്ക്കും. സാർ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം, ഇല്ലേ ഞാൻ കൺട്രോൾ റൂമിൽ വിളിക്കും. ശരത് ബാലകൃഷ്ണൻ, സൺ ഓഫ് ബാലകൃഷ്ണൻ ഏറാടി. ഞാനിപ്പോ പോവാ. നിന്നെ ഞാനൊന്ന് കാണുന്നുണ്ട്. നിന്നെ ഞാനും ഒന്ന് കാണുന്നുണ്ട്. പോടാ. അവന്റെ പൊട്ടിച്ചോ, നിനക്കിപ്പോ സമാധാനമില്ലേ? ഇനി നാളെ സ്റ്റേഷനിലേക്ക് വാ ലൈസൻസ് വാങ്ങാൻ. ഇതിന്റെ ബാക്കി അയാൾ അവിടെ തീർക്കും, നാട്ടുകാരെ മുഴുവൻ അറിയിക്കുകയും ചെയ്യും. എന്റെ ജീവിതമാണ് തൊലഞ്ഞത്. ഒരാളും അറിയില്ല. സ്റ്റേഷനിൽ കയറാതെ അത് എടുക്കാൻ എനിക്കറിയാം. வாடா, என்ன உனக்கு பால் வேணுமா? என்ன இன்னைக்கு இவ்வளோ லேட்டு? எல்லாம் உனக்கு தான், குடி. ஐயோ, ரத்தக்கரையெல்லாம் இருக்கு. നമസ്കാരം. വെസ്റ്റ് കൊച്ചി സർക്കിൾ ഇൻസ്പെക്ടർ ബിനു അലക്സിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിൽ പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥനെ നിയമിച്ചു. നിലവിൽ കൊല്ലം ടൗൺ സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടറായ ഡി സോളമനാണ് അന്വേഷണ ചുമതല.
4 ദിവസം മുൻപാണ് കൊച്ചി പൊന്നത്ത് ലൈനിലുള്ള പോലീസ് ക്വാർട്ടേഴ്സിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ CIയുടെ മൃതദേഹം കണ്ടത്.